ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോ ഫാസ്റ്റ് ജിക്കൂട്ട് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളുണ്ട്, വളരെ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇലച്ചെടി. വളരെ വളരെ മനോഹരമായൊരു ചെടിയാണിത്. നമ്മുടെ പച്ച ഇലയ്ക്കകത്ത് നല്ല ഡാർക്ക് യെല്ലോ കളറിൽ പുള്ളിയായിട്ടൊരു ചെടി, ഇലച്ചെടിയാണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഈ ഇലച്ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ട വീട്ടിലൊന്നും ഇലച്ചെടി കാണാനില്ല. ഇതൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് ഒത്തിരി വളരരുത്, വളരാതെ വിട്ട് കഴിഞ്ഞാൽ അടിപൊളി ആണ്. ഇത് നമ്മുടെ ഒരിനം ഇലച്ചെടി. അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് മറ്റുള്ള ചെടികളെക്കാളെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇവിടെ ഇലച്ചെടിയാണ്. അതാണ് നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ട്. ഒത്തിരി വലുപ്പത്തിൽ വളരാതെ ചട്ടിയിൽ ഒരു കുറച്ച് വലുപ്പത്തിലാക്കി വിട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് വേറൊരു ചെടിയാണ്. ഇതാണ് അടുത്തത്. ഇത് നല്ല വലിയ ഇലയോട് കൂടിയുള്ള ചെടി. ഇതൊക്കെ മുറ്റിയിലയാണ്. മുറ്റിയില വേറൊരു നല്ല കളറിൽ വന്നിട്ട്, പിന്നെ ആദ്യം വരുന്ന ഇല എന്ന് പറയുന്നത്, തളിരില എന്ന് പറയുന്നത് ഈ കളറാണ്, പച്ചയ്ക്കകത്തും അത് മഞ്ഞ. അത് കഴിഞ്ഞ് പിന്നെ ഇല മുറ്റുന്നതനുസരിച്ച് വേറെ കളർ ആയി വരും. കണ്ടില്ലേ, ഇത് അടിയിലിലയാണ്. ഇതും വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിപ്പോൾ ഒത്തിരി വളർന്നു പോയി കേട്ടോ. ഇത് ചട്ടിയിലല്ല, ഇതിപ്പോൾ തറയിലാണ് നിൽക്കുന്നത്. ഇതിനെ വിട്ടിട്ട് ഇനി അതിൻ്റെ കമ്പെടുത്ത് ചട്ടിയിലാക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇനി അടുത്ത ചെടി ഇതാണ്. ഇത് ഒരു ഇലച്ചെടി. ഇത് കുറച്ച് നീളത്തിലുള്ള ഇലയാണ്. ഇതും വളരെ ഭംഗിയായിട്ടൊരു ചെടിയാണിത്. കണ്ടില്ലേ, വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ എത്ത് പൊട്ടി വരും. അപ്പോഴാണ് ഒന്നും കൂടെ ഭംഗി കാണാൻ, ഒന്നിനും കൂടി നിൽക്കുന്നത് കാണാൻ വളരെ രസമുണ്ട്. പിന്നെ ഉള്ള ഇലച്ചെടി എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഇലച്ചെടിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണിത്. അതിൻ്റെ വേറെ ഒരു കൊമ്പ് കാണിച്ചു തരാം. നല്ല രസമാണ് ഇത് കാണാൻ. അതുകൊണ്ടല്ലേ, വേറെ ഒരു നല്ല അടിപൊളി കളറിൽ പിന്നെ ഉള്ള ചെടിയാണ് ഇത് നമ്മുടെ അതിൻ്റെ പേരെന്തോ ഒരു കൊഴുവാലൻ ചെടി, അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. ഇതൊരു ഒരു കാപ്പിപ്പൊടി കളർ, മെറൂൺ കളറൊക്കെ വരുന്നൊരു ചെടിയായിരുന്നു പണ്ടൊക്കെ ഉള്ളത്. വേറൊരു കളർ, അതിൻ്റെ ഒരു വെറൈറ്റി വേറൊരു കളറാണ്. ഇത് നല്ല അടിപൊളിയാണ് കാണാൻ. പിന്നെ ഇതാണ് നമ്മുടെ ലക്കി ബാംബു പ്ലാന്റ് ചെടി. ഇത് വെട്ടി ലെവലിൽ വളർത്തിക്കഴിഞ്ഞാൽ അതും ഒരു ഭംഗിയുള്ള ചെടിയാണ്. ഇത് പിന്നെ നമ്മുടെ വീടിനകത്തൊക്കെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പക്ഷേ അത് വെക്കുമ്പോഴേ ഒരു സ്ഥാനം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്ഥാനത്ത് കൊണ്ട് വെക്കണമെന്നാണ് പറയുന്നത്. നമ്മളെവിടെ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഈ ചെടി അങ്ങനെ വീടിനകത്ത് വെക്കാൻ പാടില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. പിന്നെ എന്താണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇത് കുറച്ച് വലുതാണ്, അതിനെ വെട്ടിവിടണം. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ അഗ്ലോണിമയാണേ. വളരെ നല്ല. ഇതിപ്പം എടുത്ത് കാണിക്കാം. ഇത് ഒറ്റ ഒരു ചട്ടിയിൽ 350 രൂപയ്ക്ക് വാങ്ങിച്ചതാണേ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു ഇതിനകത്ത്, ഇങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, പിന്നെ അവിടെയുണ്ട്, പിന്നെ ചെറുത് 2 എണ്ണം, പിന്നെ അപ്പുറത്തൊരെണ്ണം ഇരിപ്പുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേന്ന് വളരുന്നതനുസരിച്ച് തണ്ട് മുറിച്ച് നട്ടിട്ട് എടുത്ത ചെടികളാണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ അഗ്ലോണിമ. വളരെ ഭംഗിയുള്ള ചെടിയാണിത് കേട്ടോ. അതിൻ്റെ പൂവാണിത്. നട്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, അതും കിളിച്ച് വരുന്നുണ്ട്. ഇതും അങ്ങനെ തന്നെ കണ്ടിച്ച് വെച്ചൊരു ചെടിയാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് അഗ്ലോണിമയുടെ വേറൊരു സൈസാണ്. ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാനാണ് ബഹുരസം എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തണ്ട് കുറേശ്ശെ ഇതിൻ്റെ
മുള വരുന്ന ഭാഗം നോക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിട്ടുണ്ടാകും, പെട്ടെന്ന് പഠിച്ച് കിട്ടും. ഇതും അഗ്ലോണിമയുടെ വേറൊരു ഇനമാണേ. ഇത് ഞാനിതുപോലെ ഒരാൾ ചോദിച്ച സമയത്ത് ഞാനിതിന് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ച സമയത്ത് ഞാൻ പിഴുത സമയത്ത് വേര് പൊട്ടിപ്പോയി. അപ്പോൾ കൊടുക്കാതിരിക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ പിഴുതിട്ട് കൈ വന്നത് മൊത്തത്തിലും കൊടുത്തു. അപ്പോൾ അതിനകത്തൊക്കെ വേണ്ട ഇത് നമ്മുടെ ടർട്ടിൽ മൈൻ ഇങ്ങനെ കിളിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതേണ്ട പിന്നെയുള്ളത് നമ്മുടെ ഇത് അടീനിയം. ഇത് വൈറ്റാണ്. ഇതിൽ കുറേ അധികം പൂ പിടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. പക്ഷെ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇത് ഒറ്റ ഒരു മൂട് മതി കേട്ടോ. ഇത് മൊത്തത്തിലങ്ങ് പടരുവങ്ങ്. ഞാൻ പിന്നെ കുറേയൊക്കെ പിഴുത് കളഞ്ഞത്, അതുകൊണ്ട് അവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇത് ഒരു നല്ലൊരു ചെടിയാണ് കാണാൻ. ഇനിയൊരു ചെടിയുണ്ട്. പിന്നെ ഇനിയുള്ളത് നല്ല അടിപൊളി ഒരു ചെടി. ഇത് നമുക്ക് ചട്ടിക്കൊക്കെ വെച്ചിട്ട് ഇത് ഹാങ്ങിങ് ചെയ്ത് തൂക്കിയിടാനൊക്കെ നല്ലൊരു ചെടിയാണ് കേട്ടോ. പിന്നെയുള്ളതാണ് ഇത്. ഇത് നമ്മുടെ ഇത് ഒരിനം മണി പ്ലാന്റ് ആണേ. ഇതിവിടെ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കുറേ നാൾ ഞാൻ ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാതായി. ഇപ്പോൾ അതുകൊണ്ട് അങ്ങ് വാടിപ്പോയി. അങ്ങനെ ആ വാടിയ തണ്ടിൽ നിന്ന് ഞാൻ കുറേശ്ശെയായിട്ട് മുറിച്ച് നട്ട് പിന്നെ ആക്കിയെടുക്കുവാണ്. ഇതിനെല്ലാം തൂക്കിയിടാനുള്ളതാണ്. ഇതും വളരെ പെട്ടെന്ന് പിടിച്ചിട്ട് ചെടിയാണ്. പക്ഷെ വളരെ അടിപൊളി ചെടിയാണിത്. ഇത് ഇങ്ങനെ കുറേ ഇങ്ങനെ വളർന്ന് താഴോട്ട് തിങ്ങി കിടക്കുന്നതാണ്. നല്ല രസമാണ്. അങ്ങനെ ഞാൻ കുറേ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെയുണ്ട് 1 2 3 4. ഇത് നമ്മുടെ പോത്തീസ്. ഇതിൻ്റെ പേര് പോത്തീസ് എന്നാണ്, മണി പ്ലാന്റ്. ഇത് ഒരിനം മണി പ്ലാന്റാണ്. ഇതും അതേപോലെ തന്നെ നശിച്ച് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തണ്ടെടുത്ത് ഞാൻ ആക്കി വരുവാണ്. ഇതും അതേപോലെ കുറേ ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ട്. പിന്നെ ദേണ്ട ഒരു ചട്ടി, ഒരു ചട്ടി, ഇതുകൊണ്ടൊരു ചട്ടി. ഇത് ഞാൻ ഇല കുത്തി വെച്ചാൽ കിളിക്കുമെന്നറിയാൻ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ അടീനത്തിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ച് ഒത്തിരി ഉണ്ടായിരുന്നു, നശിച്ചു പോയി. ഇത് നമ്മുടെ ഹൈഡ്രാഞ്ച്. ഇത് ബ്ലൂ കളർ. ഇത് ഞാനിതുപോലെ കമ്പ് കുത്തി കിളിപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പുറത്ത് നിൽപ്പുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ്. ഇത് ഒരിനം മണി പ്ലാന്റ് ആണ്. ഇത് പക്ഷേ ചട്ടിക്കകത്ത് വെച്ചിട്ട് കമ്പൊക്കെ നാട്ടി കൊടുത്തിട്ട് അതിൽ കയറൊക്കെ ചുറ്റി പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആന്തൂറിയം, പിങ്ക് കളറിലെ ആന്തൂറിയം. ഇത് വേറൊരു ചെടി. ഇത് നമ്മുടെ വൈറ്റ് റോസ. ഇതും ചട്ടിയിലാണ്. കുറേ പൂ പിടിച്ചതാണ് കേട്ടോ. ഇതിനെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ എന്താ പറയുക, ബോൾസം, ചൈനീസ് ബോൾസം. ഇത് റോസ. ഇത് നമ്മുടെ രമ്പയില, ബിരിയാണിക്കരി എന്നൊക്കെ പറയും. ഇതും ചൈനീസ് ബോൾസം. ഇതും ചൈനീസ് ബോൾസം. ഇത് വേറെ നല്ല അടിപൊളി ഒരു കളറാണ്. ഇവിടെ നിന്നിപ്പോൾ ആന്തൂറിയം, വേണ്ട ചൈനീസ് ബോൾസം കണ്ട് നല്ല സൂപ്പർ കളർ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വേണ്ട വേറൊരു ചെടി കണ്ട്, വേറെ ചെടി കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്തുവിന് പറയുന്നത്, എൻ്റെ പേരറിയത്തില്ല. പിന്നെ വേണ്ടേ, ഇതെല്ലാം ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുവാണ്. ടർട്ടിൽ വെള്ളം നശിച്ചു പോയി. അപ്പം ഞാൻ പെൻഡിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നട്ടതാണ് കേട്ടോ. വേണ്ട ഇത് വേറൊരു ചെടി. ഇതെന്തുവെന്ന്, ഇതിൻ്റെ പേരെന്ത്, പുക തുപ്പുന്ന ചെടി അങ്ങനെ കാണാവും ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ വേറൊരു ടർട്ടിൽ വൈൻ്റെ വേറൊരു ഇനം. ഇതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഇതുണ്ട്, ഇത് നല്ല അടിപൊളി. ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവറാണ്. നല്ല പിങ്ക് കളറുള്ള പൂ. ഇത് ഒരു സൈസ് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ അവിടെ ഉണ്ടോ നോക്കട്ടെ, കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മൊട്ടെന്ന് പറയുന്നത് കേട്ടോ. പൂ ഇതിലുണ്ടായിരുന്നു, പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ലൈറ്റ് വയലറ്റ് ആണ്. നല്ല അടിപൊളി പൂവാണ്. ഒത്തിരി പൂവ് പിടിച്ച് നിൽക്കുന്നത് കാണാനും ഭംഗി. ഇതാണ് നമ്മുടെ വലിയ ഹൈഡ്രാഞ്ച് പ്ലാന്റ്. ഇത് എൻ്റെ ഫ്ലവർ കണ്ടോ. ഇതിപ്പം പഴയ ഫ്ലവറാണ് കേട്ടോ.
ഇതൊരു ചീരച്ചെടി. നമ്മുടെ അതിൻ്റെ പേര് മറന്നുപോയി. ഇത് നമ്മുടെ ബഡ് റോസ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.